Welcome back, my dear students and friends. Today, you are going to learn some illustrations for preparing revaluation account, capital account, and balance sheet after the admission of a new partner. Revaluation account debit side വരുന്നത് decrease in asset, increase in liability, unrecorded liability. Credit side വരുന്നത് increase in asset, unrecorded asset, decrease in liability. നെക്സ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. Given below is the balance sheet of A and B who are sharing profits in the ratio of 2:1 as on 31st December 2016. C is admitted on the terms given below. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ 10,000, ക്രെഡിറ്റേഴ്സ് 58,000, outstanding expenses 2,000, capital A 1,80,000, B 1,50,000, total capital 3,30,000. Then asset side, cash in hand 10,000, cash at bank 40,000, sundry debtors 60,000, stock 40,000, plant 1 lakh, building 1,50,000. നെക്സ്റ്റ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സി വിൽ ബ്രിങ് ഇൻ റുപ്പീസ് 1 lakh ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് റുപ്പീസ് 60,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/4 ഷെയർ ഇൻ ദി പ്രോഫിറ്റ്. സെക്കൻഡ്, പ്ലാന്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ടു റുപ്പീസ് 1,20,000 ആൻഡ് ദി വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. തേർഡ്, stock is found overvalued by rupees 4,000. Fourth, a provision for bad and doubtful debts is to be created at 5% of debtors. 5. Creditors were unrecorded to the extent of rupees 1,000. Prepare the revaluation account and capital accounts and the new balance sheet. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വരക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് റീവാലുവേഷൻ അക്കൗണ്ടാണ്. നമുക്ക് നോക്കാം റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുന്നതാണ്. അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് പ്ലാന്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ടു റുപ്പീസ് 1,20,000. പ്ലാന്റിൻ്റെ വില 1,20,000 റുപ്പീസായി കൂടിയിരിക്കുന്നു. ഇപ്പോൾ പ്ലാന്റിൻ്റെ നേരത്തെയുള്ള വില 1 lakh ആണ്. അത് 1,20,000 ആയി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. 20,000 രൂപ പ്ലാന്റിൻ്റെ വില കൂട്ടണം. ഇപ്പോൾ പ്ലാന്റിൻ്റെ വില 20,000 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് കൂടുന്നതാണ്. അസറ്റ് കൂടുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക പ്ലാന്റ് 20,000. അതിൽ തന്നെ ആൻഡ് ദി വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വില 10% അപ്രീഷിയേറ്റ് ചെയ്യണം. ബിൽഡിങ്ങിൻ്റെ വില ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 1,50,000 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 15,000 റുപ്പീസ് വരും. ആ 15,000 റുപ്പീസ് ബിൽഡിങ്ങിൻ്റെ വില കൂട്ടണമെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് 15,000 കാണിക്കുക. നെക്സ്റ്റ് തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ റുപ്പീസ് 4,000. സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ ഓവർ വാല്യൂഡായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിൻ്റെ വിലയായിട്ട് തന്നിരിക്കുന്നത് 40,000 ആണ്. അത് 4,000 രൂപ കൂടുതലായിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 4,000 രൂപ കൂടുതലായിട്ടാണ് ഉള്ളതെങ്കിൽ ആ 4,000 രൂപ ഇപ്പോഴും കുറക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വില 36,000 ആയിരിക്കണം. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ കുറക്കാൻ വേണ്ടിയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടു സ്റ്റോക്ക് 4,000 രൂപ. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓഫ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സായിട്ട് തന്നിരിക്കുന്നത് 60,000 രൂപയാണ്. അതിൻ്റെ 5% പ്രൊവിഷൻ വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 60,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 3,000 രൂപ പ്രൊവിഷൻ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ വെക്കുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 3,000. നെക്സ്റ്റ് അടുത്തത്, ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 1,000. ക്രെഡിറ്റേഴ്സായിട്ട് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 58,000 ആണ്.
അതുകൂടാതെ 1000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൺറെക്കോർഡ് ആണ്, ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 1000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് കൂടി റെക്കോർഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് 1000 രൂപ കൂടണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 1000 രൂപ കൂട്ടണമെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ക്രെഡിറ്റേഴ്സ് 1000. നെക്സ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ വരുന്നത് 35,000 റുപ്പി, ബാലൻസ് ആയിട്ട് വരുന്നത് 27,000. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 2:1 എന്നുള്ള റേഷ്യോയിൽ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് 18,000, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് 9,000 റുപ്പീസുമായിട്ട് മാറും. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ എക്കും ബിക്കും സിക്കും കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. എയുടെ ബാലൻസ് 1,80,000, ബിയുടെ ബാലൻസ് 1,50,000. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ബാലൻസ് ബ്രോ ഡൗൺ 1,80,000, 1,50,000. നെക്സ്റ്റ് സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, സി 1 lakh റുപ്പി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന 1 lakh റുപ്പി ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 1 lakh എന്ന് രേഖപ്പെടുത്തും. നെക്സ്റ്റ് സി ക്യാപിറ്റൽ കൂടാതെ ഗുഡ് വിൽ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വില്ലായിട്ട് സി കൊണ്ടുവരുന്നത് 60,000 റുപ്പീസാണ് അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ട് സി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 60,000 റുപ്പീസ് സാക്രിഫൈസിങ് റേഷ്യോയിൽ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് 2:1 തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടുക. അപ്പോൾ 60,000 റുപ്പീസ് 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 40,000, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 20,000 വരും. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു. റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ പ്രോഫിറ്റ് കിട്ടി. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 18,000, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 9,000 ആയിരുന്നു. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടി എഴുതണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരിക. റീവാലുവേഷൻ 18,000 ആൻഡ് 9,000. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. ആദ്യം എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ കിട്ടുന്നത് 2,38,000. അത് തന്നെ ഡെബിറ്റിലും രേഖപ്പെടുത്തുക. അത് തന്നെ ബാലൻസ് ക്യാരിഡ് ആണായിട്ടും കിട്ടും. ഇനി ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 1,79,000 ടോട്ടൽ കിട്ടും. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അത് തന്നെ ബാലൻസ് ആയിട്ടും വരും. സിയുടേത് 1 lakh റുപ്പി ടോട്ടൽ, അത് തന്നെ ഡെബിറ്റ് സൈഡിലും അത് തന്നെ ബാലൻസ് ആയിട്ടും വരും. ഇനി അടുത്തത് ബാലൻസ് ഷീറ്റാണ്. സി എ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റം അത് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മളോട് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് 10,000 റുപ്പീസാണുള്ളത്. ആ ക്യാഷ് ഇൻ ഹാൻഡ് 10,000 റുപ്പീസ് കൂടാതെ 1 lakh റുപ്പീസ് സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, 60,000 സി ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്യാഷായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് എന്നിട്ട് കാണിക്കേണ്ടത് 10,000 റുപ്പി ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് 1 lakh സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പ്ലസ് 60,000 സി കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ് വിൽ 1,70,000 റുപ്പീസ് ക്യാഷ് കാണിക്കാം. പിന്നെ വരുന്നത് ക്യാഷ് അറ്റ് ബാങ്ക്, അതിൽ വ്യത്യാസമൊന്നുമില്ല, 40,000 റുപ്പീസ് അതേപോലെ കാണിക്കാം. പിന്നെ വരുന്ന ഡെറ്റേഴ്സ് 60,000 ആണ്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളോട് പറയുന്നുണ്ട് പ്രൊവിഷൻ 5% വെക്കണമെന്ന്, 5% പ്രൊവിഷൻ വെക്കണം. അപ്പോൾ അങ്ങനെ പ്രൊവിഷൻ വെക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ 60,000 കാണിക്കാം. എന്നുവെച്ചാൽ ലെസ് പ്രൊവിഷൻ 5%, 60,000 5%, ദാറ്റ് ഈസ് 3,000. ഔട്ടർ കോളത്തിൽ 57,000 വരും. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് 40,000 ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. അത് 4,000 രൂപ സ്റ്റോക്കിൻ്റെ വില കുറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ 4,000 രൂപ സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോൾ 36,000 റുപ്പീസാണ് സ്റ്റോക്കായിട്ട് കാണിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് പ്ലാന്റ് ആയിട്ട് വരുന്നത് 1 lakh റുപ്പിയാണ് പ്ലാന്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അത് 20,000 റുപ്പീസ് പ്ലാന്റിൻ്റെ വില കൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. പ്ലാന്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ടു 1,20,000 എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1,20,000 ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 20,000 കൂട്ടിയിട്ട് 1,20,000 പുതിയ ബാലൻസ് ഷീറ്റിൽ പ്ലാനിൻ്റെ വിലയായിട്ട് കാണിക്കാം. നെക്സ്റ്റ് ബിൽഡിംഗ് 1,50,000 ആണ്. അതിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ദി വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%.
ബിൽഡിങ്ങിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്യണം 10%. ഇപ്പോൾ 1,50,000 പ്ലസ് 15,000 ദാറ്റ് ഈസ് 1,65,000 ബിൽഡിങ്ങിൻ്റെ വില കാണിക്കുക. നെക്സ്റ്റ് ലാബിലിറ്റി സൈഡിൽ വരുന്ന ആദ്യത്തെ ഐറ്റം ബിൽസ് പേയബിൾ 10,000. ബിൽസ് പേയബിൾ 10,000 വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അത് അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബിൽസ് പേയബിൾ 10,000. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 58,000 ആണ്. ക്രെഡിറ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 1,000. 1000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 58,000 പ്ലസ് 1,000 59,000 റുപ്പീസ് വരും ക്രെഡിറ്റേഴ്സ്. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 2,000 റുപ്പീസാണ്. അതിൽ ചേഞ്ചസ് ഒന്നുമില്ല, അതുകൊണ്ട് അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. പിന്നെ നമുക്ക് എഴുതേണ്ടത് ക്യാപിറ്റലിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എയുടെയും ബിയുടെയും സിയുടെയും ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതേപോലെ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എയുടെ ബാലൻസ് എന്ന് പറയുന്നത് 2,38,000, ബിയുടേത് 1,79,000, സിയുടേത് 1 lakh. ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരുന്നത് 5,17,000. ഇത്രയായി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 5,88,000 റുപ്പീസ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും. ഇനി നമുക്ക് അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. A and B share profits in the proportion of 3/4 and 1/4. Their balance ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് 41,500, റിസർവ് ഫണ്ട് 4,000, ക്യാപിറ്റൽ A 30,000, B 16,000. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് 26,500, ബിൽസ് റിസീവബിൾ 3,000, ഡെറ്റേഴ്സ് 16,000, സ്റ്റോക്ക് 20,000, ഫിക്സ്ചേഴ്സ് 1,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000. നെക്സ്റ്റ് സി വാസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഓൺ ദി ഫോളോയിങ് ടേംസ്. ഫസ്റ്റ് വരുന്നത് ദാറ്റ് സി പേയ്സ് 10,000 ആസ് ഹിസ് ക്യാപിറ്റൽ. സെക്കൻഡ്, സി ബ്രിങ്സ് ₹5,000 ഫോർ ഗുഡ് വിൽ. Half of this sum is to be withdrawn by A and B. Third, that stock and fixtures be reduced by 10% and a 5% provision for doubtful debts be created on sundry debtors and bills receivable. Next, D പറയുന്നത് that the value of land and building be appreciated by 20%. E. There being a claim against the firm for damages, a liability to the extent of 1,000 should be created. F. An item of ₹650 included in sundry creditors is not likely to be claimed and hence should be returned back. Prepare revaluation account, capital account and the new balance sheet. അപ്പോൾ ഇവിടെ ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ക്യാപിറ്റലാണ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഗുഡ് വില്ലാണ്. അത് രണ്ടും വരില്ല. പിന്നെ വരുന്നത് സ്റ്റോക്ക് ആൻഡ് ഫിക്സ്ചേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെയും ഫിക്സ്ചേഴ്സിൻ്റെയും വില 10% കുറക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 20,000 റുപ്പീസാണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. അത് 10% കുറക്കണമെന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ വില 2,000 റുപ്പീസ് കുറക്കണം. 2,000 റുപ്പീസ് സ്റ്റോക്കിൻ്റെ വില കുറക്കാൻ വേണ്ടി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സ്റ്റോക്ക് 2,000. നെക്സ്റ്റ് ഫിക്സ്ചേഴ്സിൻ്റെ വിലയും അതുപോലെ തന്നെ കുറക്കണം 10%. ഫിക്സ്ചേഴ്സ് പറയുന്നത് 1,000 ആണ്, അതിന് 10% എന്ന് പറയുമ്പോൾ 100 റുപ്പീസ് വരും. അതും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഫിക്സ്ചേഴ്സ് 100 റുപ്പീസ്. നെക്സ്റ്റ് വരുന്നത് and a 5% provision for doubtful debts be created on sundry debtors and bills receivable. Sundry debtors-ൻ്റെ മുകളിലും ബിൽസ് റിസീവബിളിൻ്റെ മുകളിലും 5% പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ വെക്കുമ്പോൾ നമുക്കറിയാം ഒരു പുതിയ ലാബിലിറ്റി ആയിട്ടോ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ടോ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ പുതിയ ലാബിലിറ്റി വരുമ്പോഴോ രണ്ടും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പ്രൊവിഷൻ ഓൺ ഡെറ്റേഴ്സ് 16,000 5%, ദാറ്റ് ഈസ് 800 റുപ്പീസ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓൺ BR ബിൽസ് റിസീവബിൾ
3000 5%, ദാറ്റ് ഈസ് 150 റുപ്പി വരും. ഇനി അടുത്ത് വരുന്നത് ദാറ്റ് ദി വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി അപ്രീഷിയേറ്റഡ് ബൈ 20%. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വില 20% കൂട്ടണമെന്നാണ് പറയുന്നത്. അപ്രീസിയേഷനാണ്. അപ്പോൾ 20% കൂട്ടണം എന്ന് പറയുമ്പോൾ 25,000 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 5,000 രൂപ കൂട്ടാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5,000. നെക്സ്റ്റ്, there being a claim against the firm for damages, a liability to the extent of ₹1,000 should be created. A claim against the firm for damages എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ട്. പുതിയ ലാബിലിറ്റിയാണ്, അൺറെക്കോർഡ് ലാബിലിറ്റിയാണ്. അപ്പോൾ അൺറെക്കോർഡ് ലാബിലിറ്റി ഉണ്ടാകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ക്ലെയിം ഫോർ ഡാമേജസ് 1,000. പിന്നെ വരുന്നത് ആൻ ഐറ്റം ഓഫ് ₹650 ഇൻക്ലൂഡഡ് ഇൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ് ആൻഡ് ഹെൻസ് ഷുഡ് ബി റിട്ടേൺ ബാക്ക്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 41,500 41,500 ആണ്. ഈ 41,500 650 എന്ന് പറയുന്നത് ഇനി ആരും ചോദിക്കില്ല എന്നാണ് പറയുന്നത്. 650 രൂപയുടെ ക്രെഡിറ്റേഴ്സ് പൈസ ആർക്കും കൊടുക്കണ്ട, അവർ ചോദിക്കൂല എന്നാണ് പറയുന്നത്. അപ്പം ദാറ്റ് മീൻസ് 41,500 റുപ്പീസ് ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ടെങ്കിലും 650 രൂപ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ 650 രൂപ ക്രെഡിറ്റേഴ്സ് കുറക്കണം. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ വില 650 രൂപ കുറക്കാൻ വേണ്ടിയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്രെഡിറ്റേഴ്സ് 650. ഇത്രയായി കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അതിന് റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. 5,650 വന്നു. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 1,600. അത് രണ്ട് പാർട്ട്നേഴ്സിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിക്കുക. എയുടെ വരുന്നത് 1,200, ബിയുടെ വരുന്നത് 400 റുപ്പീസ്. അവരുടെ റേഷ്യോ 3:1 ആണ്. 3/4 1/4 ആണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ട് സെയിം ആണ്, അതുകൊണ്ട് തന്നെ 3:1 എന്നുള്ള റേഷ്യോ നമുക്ക് എടുത്ത് ചെയ്യാം. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ABC 3 കോളം വീതം എമൗണ്ട് കോളം വീതം പ്രൊവൈഡ് ചെയ്യുക. ആദ്യം ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. എയുടെ ബാലൻസ് ആയിട്ട് 30,000, ബിയുടെ ബാലൻസ് ആയിട്ട് 16,000. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ നോട്ട് കാണിക്കുക. എയുടെ 30,000, ബിയുടെ 16,000. ഇനി സി എന്ന് പറയുന്ന പാർട്ണർ പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 10,000 റുപ്പിയാണ്. അപ്പോൾ അത് അതേപോലെ കാണിക്കുക. ക്യാഷ് സിയുടെ കോളത്തിൽ 10,000 റുപ്പി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ കൂട്ടിവെച്ച ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് 4,000 റുപ്പി. ലാബിലിറ്റി സൈഡിലാണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കൂട്ടിവെച്ച ലാഭമാണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിസർവ് ഫണ്ട് 3,000 1,000 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇനി പുതിയ പാർട്ണർ 5,000 രൂപ ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിക്കണം. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് 3:1 തന്നെയാണ്. കാരണം റേഷ്യോനെ കുറിച്ച് വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോ ആയ 3:1 വീതിക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഗുഡ്വിൽ 3,750 1,250 എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഗുഡ്വിൽ എന്ന് മറ്റും കാണിക്കും. ഇനി ഇതിൻ്റെ പകുതി പൈസ അവർ വിഡ്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഗുഡ്വില്ലിൻ്റെ പകുതി പൈസ. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ പകുതി എമൗണ്ട് അവർ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അവർ പൈസ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക 3,750 പകുതി 3,750 ആണ് എക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1,875. അതുപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 1,250 ആണ് ഗുഡ്വിൽ. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 625. അത് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റൊരു കാര്യം മാത്രമാണ്. റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടി കാണിക്കണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക റീവാലുവേഷൻ 1,200 ആൻഡ് 400. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ എയുടെ ക്യാപിറ്റൽ ടോട്ടൽ വരുന്നത് 37,950. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ വരും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുമ്പോൾ ബാലൻസ് ആയിട്ട് വരുന്നത് 36,075. ബിയുടെ ടോട്ടൽ വരുന്നത് 18,650. അത് തന്നെ ഡെബിറ്റ് സൈഡിലും എഴുതുക. ഡിഫറൻസ് ആയിട്ട് വരുന്നത് ബാലൻസ് ആയിട്ട് വരുന്നത് 18,025.
സിയുടെ ടോട്ടൽ വരുന്നത് 10,000, അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക, ബാലൻസും 10,000 തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുതിയ ബാലൻസ് ഷീറ്റ് വരക്കലാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി. അതിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ അസറ്റ് സൈഡ് വെച്ച് തുടങ്ങാം. പഴയ ബാലൻസ് ഷീറ്റ് റെഫർ ചെയ്യാം. ഇപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 26,500 റുപ്പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 26,500 തന്നതും ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന 10,000ഉം ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്ന 5,000ഉം അവർ വിഡ്രോ ചെയ്യുന്ന 2,500 ലെസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ബാങ്കായിട്ട് കാണിക്കുന്നത് 26,500 പ്ലസ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന 10,000 പ്ലസ് ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്ന 5,000 മൈനസ് ഗുഡ് വില്ല് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പകുതി 2,500. ഇപ്പോൾ ബാലൻസ് ആയിട്ട് വരുന്നത് 39,000 ആണ് ബാങ്കിൻ്റെ ബാലൻസ് ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്നത് ബിൽസ് റിസീവബിൾ. 3,000 ആണ് പഴയ ബാലൻസ് ഷീറ്റിലുള്ളത്. അതിൻ്റെ 5% പ്രൊവിഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ 150 റുപ്പീ പ്രൊവിഷനാണ്. ബാലൻസ് വരുന്നത് 2,850 റുപ്പീ വരും. ഇനി ഡെറ്റേഴ്സ് 16,000 ആണ് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. അതിനും 5% പ്രൊവിഷൻ ഉണ്ട്, 800 റുപ്പീസ് പ്രൊവിഷൻ. ഇപ്പോൾ നെറ്റ് എമൗണ്ട് വരുന്നത് 15,200. ഇനി സ്റ്റോക്ക് 20,000 ആണ് സ്റ്റോക്കിൻ്റെ വില. അത് 2,000 രൂപ കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18,000 റുപ്പീസാണ് സ്റ്റോക്കിൻ്റെ ഫൈനൽ വില. ഫിക്സ്ചേഴ്സ് 1,000 ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ 100 റുപ്പീസ് ലെസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 900 റുപ്പീസ് ഫിക്സ്ചേഴ്സ് കിട്ടും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000 ആണ്. 5,000 രൂപ കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000 പ്ലസ് 5,000 30,000 റുപ്പീസ് വരും. ഇനി ലാബിലിറ്റി സൈഡിൽ വരുമ്പോൾ ക്രെഡിറ്റേഴ്സ് 41,500 ആണ്. അതിൽ 650 രൂപയുടെ ക്രെഡിറ്റേഴ്സിന് ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അത്രയും ക്രെഡിറ്റേഴ്സ് ലെസ് ചെയ്യണം. അപ്പോൾ 41,500 ലെസ് 650 ദാറ്റ് ഈസ് 40,850 വരും ക്രെഡിറ്റേഴ്സ് നെറ്റ് എമൗണ്ട്. നെക്സ്റ്റ് ക്ലെയിം ഫോർ ഡാമേജസ്. പുതിയ ലാബിലിറ്റിയാണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാബിലിറ്റിയാണ് ക്ലെയിം ഫോർ ഡാമേജസ് 1,000. നെക്സ്റ്റ് എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എയുടെ 36,075, ബിയുടേത് 18,025, സിയുടേത് 10,000. അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. എ 36,075, ബി 18,025, സി 10,000. ടോട്ടൽ വരുന്നത് 64,100. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ വരുന്നത് 1,05,950. 1,05,950 ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.